ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ ചേസും കാര്യങ്ങളൊക്കെ 2 വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പം അത് ഇന്നലെയാണ് അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ട് പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അവനെ ഇന്ന് ആ ചേസ് നമ്മൾ പ്രകാശിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ നേരെ പ്രകാശിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മറ്റേ ചേസ് ആണെങ്കിൽ ആ ഫസ്റ്റ് തന്നെ പോയി, നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയ ആ ഒരു ചേസ്. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പം നമ്മൾ മാത്രമാണിപ്പം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമ്മുടെ കൂടെ ബാബു അണ്ണനും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അവരെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ നൈറ്റ് ഇതുവഴി പോകുന്ന നല്ല റിസ്ക്കാണ്. അതായത് ഇവർക്ക് ഇരിക്കാനൊന്നും അധികം സ്ഥലമില്ല, കാരണം ചേസല്ലേ, അതാണ്. പിന്നെ എവിടെയെങ്കിലും ഉറങ്ങാനും അതൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ബസ്സിനെ നിർത്തിയിട്ടേനെ അവിടെ. അതേ KSRTC ഒക്കെ പോകുന്നു. ഇവനൊക്കെ നൈറ്റ് സർവീസും ആയോ ഈ സൂപ്പർ ഫാസ്റ്റൊക്കെ, ഫാസ്റ്റ് പാസഞ്ചറൊക്കെ. ഈ സൈഡിൽ എന്തോ ചെളിവെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചേസിനെ കാണാനില്ല, മറ്റേ ചേസ്. അവനെ കൊണ്ട് അതിൻ്റെ ഡ്രൈവർ പറത്തി അങ്ങ് പോയെന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോവാം. ബോഡിയും കെട്ടിയിട്ടില്ല, അതുപോലെ വലിയ ഹെവി ഐറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ കയറ്റമൊക്കെ ഒരു 4ാമത്തെ ഗിയറിലൊക്കെ ഇട്ട് വലിക്കുന്നുണ്ട് വണ്ടി. അത്യാവശ്യം നല്ലൊരു കയറ്റമൊക്കെ. അയ്യോ, KSRTC വട്ടം വെച്ച് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ. നമ്മളാണ് റോങ് സൈഡ് കയറി പോയത്. നല്ല നൈറ്റാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഫുഡ് കഴിക്കാൻ നേരം നമ്മൾ ഒരുമിച്ചാണ് നിർത്തിയത്, നമ്മുടെ 2 ചേസും. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ നേരെ പ്രകാശിലേക്ക് ഉള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുത്തനെ സെഡോണും അതുപോലെ തന്നെ മറ്റേത് സെഡസ്ത്രയാണ് ആക്കാൻ പോകുന്നത്. നമ്മുടെ ബ്ലാക്ക് ബോയുടെ ഒക്കെ ഒരു കംബാക്കായിട്ട് നമുക്ക് സെഡോണിന് ഫുള്ള് ബ്ലാക്ക് അടിച്ച് നമുക്ക് ബ്ലാക്ക് ബോയ് ബ്ലാക്കിന്ന് നെയിമൊക്കെ എഴുതി ഇറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബോയുടെ ആ ഒരു കംബാക്ക് നമുക്കത് തിരിച്ച് കൊണ്ടുവരണമെന്നാണ് അവനെ. ഫുള്ള് ട്രാഫിക്കാണ്. അപ്പോൾ അവനെ തിരിച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സെഡോണിലൂടെ അവനെ BS6 വണ്ടിയിലൂടെ അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു റെഡും ബ്ലാക്കും മിക്സായ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി ഇറക്കാനാണ്. പിന്നെ സെഡസ്ത്ര നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുമ്പോൾ 210 വീൽ ബേസ് വണ്ടിയാണ്. അതായത് ബാക്ക് കൗളും എല്ലാം സെഡസ്ത്ര, ഫുള്ള് സെഡസ്ത്ര വണ്ടി. അപ്പോൾ ഇത് നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെഡസ്ത്ര പ്ലസ് സെഡോണിൻ്റെ ഒരു ബോഡി ആയിട്ടാണ്. അതായത് സെഡോണിൻ്റെ ബാക്ക് കൗളായിട്ടാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സെഡോണിൻ്റെ ബാക്ക് കൗൾ വെച്ചിട്ട് ബാക്കിയെല്ലാം സെഡസ്ത്ര ആ ഒരു രീതിക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മിക്ക വണ്ടി അതാണ്. അതായത് നമ്മുടെ സെഡോണിൻ്റെ ആ ബാക്ക് കൗളും കാര്യങ്ങളൊക്കെ നല്ലൊരു ലുക്കാണ്. നമ്മളന്ന് ആശീർവാദ് മോബ്സ്റ്റർ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ പറഞ്ഞായിരുന്നു നല്ല ലുക്കുണ്ട് ഈ വണ്ടി കാണാൻ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രകാശിലോട്ട് കൊണ്ടുപോവാണ് ബോഡി കെട്ടാനായിട്ട്. ഏകദേശം 1-1.5 മാസം കൊണ്ട് അവരൊക്കെ ബോഡി കെട്ടി തരും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബോയുടെ അതുപോലെ കംബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണം. അപ്പോൾ നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വേറെ ഡ്രൈവറിന് കൊടുക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ കിടക്കാനാണ് സ്ഥലവും ഇല്ല. കിടക്കോ വല്ലതും ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാനായിട്ട് പറ്റും. ബട്ട് പോകുന്ന വഴിയിൽ ഉരുണ്ടടിച്ച് വഴി വല്ലതും വീഴും. അതാണ് പിന്നെ വഴി വല്ലതും നിർത്തിയിട്ട് കിടക്കണം. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ പ്രകാശിലൊക്കെ എത്തത്തുള്ളൂ. രാവിലെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആകും. നമ്മളെന്തായാലും പ്രകാശിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് വീഡിയോ ഓൺ ചെയ്യാം. അപ്പം പ്രകാശിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം വഴിയിലൊക്കെ നിർത്തി കുറച്ച് നേരം ഉറങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പ്രകാശിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം നല്ല ക്ഷീണമൊക്കെ കാരണം നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി.
ഓക്കെ, അപ്പോൾ നമ്മുടെ ബാബുവണ്ണൻ നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് ഉറങ്ങിയത്. നമ്മുടെ ബാബുവണ്ണനെയൊക്കെ വിളിച്ച് അവരുടെ വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമ്മുടെ മറ്റേ ചേസ് ഇല്ലെങ്കിൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആവും. ഓക്കെ, എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. മറ്റേ ചേസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, മറ്റേ ചേസ് ഇവിടെ എത്തി. ആ ഒരു ഷെഡിനകത്ത് കിടപ്പുണ്ട്. നമുക്കെന്തായാലും ഇവനെ ഇവിടോട്ടിടാം. അകത്ത് കയറ്റാൻ ചിലപ്പോൾ സ്ഥലമില്ലെങ്കിലോ, അവിടെ കൊണ്ടുപോയിട്ട് സ്ഥലമില്ലെന്ന് അറിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നാൽ നല്ല സീനാവും. ഓക്കെ, അപ്പോൾ അവനെ നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കണം. ഓക്കെ, നമ്മുടെ ആ നെയിം ബോർഡൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. നെയിം ബോർഡല്ല, ആ ഒരു നമ്മുടെ വണ്ടിയുടെ പേര് ഫ്രണ്ടിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയ ആ ഒരു ചേസ് ഇതിനകത്ത് കിടപ്പുണ്ട്, ഈ ഒരു ഷെഡിനകത്ത്. നമുക്കെന്തായാലും അവനെയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. നമ്മുടെ ഇന്നോവ ഓടിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡ്രൈവറിനെ ഇങ്ങോട്ട് വിടും. അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോൾ വരും. ഓക്കെ, അവൻ്റെ കൂടെ കയറി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ മറ്റേ ചേസ് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അവനിവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട്, കണ്ടില്ലേ? ഇവിടെ കാർ ലൈൻ അതുപോലെ ഫ്രണ്ടിലും. പിന്നെ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ ഫ്രണ്ടിലുണ്ടോ എന്ന് നോക്കട്ടെ. ഇനി അവന്മാരത് പറിച്ച് കളഞ്ഞോന്ന് അറിയത്തില്ല. ഉണ്ട്. ഓക്കെ, സേഫായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സേഫായിട്ടുണ്ട്. നമ്മുടെ മാലയും നെറ്റിപ്പട്ടവും ഒക്കെ എന്തായാലും 1-2 മാസം കൊണ്ട്, 1-2 മാസമൊന്നും വരത്തില്ല, അതിന് മുന്നേ ബോഡിയൊക്കെ കെട്ടിത്തരുമെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങി അങ്ങ് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മറ്റേ ചേസ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ബൈ.